സെന്ററിലോ ഓക്കെ നീ നിങ്ങളെടാ എന്തൊരു ചെയ്ത എല്ലാ ബിസിനസ് പൊട്ടിക്കുമ്പോഴാണ് ചെറുക്കനെ മുട്ടായി പറിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളത്തെ മെസ്സിയോടെ ചേർന്ന് ഫോട്ടോ എടുക്കുന്നതാണ് പ്രശ്നം. നമ്മളെ ഐഡിയ ആണെങ്കിൽ നിനക്കും ഉണ്ട് ഉത്തരവാദിത്തം ഇതിൽ. ഇപ്പൊ വന്നതും പോയതൊക്കെ ഇരിക്കട്ട്, നമുക്ക് അടുത്ത ബിസിനസ് പ്ലാൻ ചെയ്യാം. നീ അതങ്ങ് കൊടുത്താണ്. ഇതാണ് ഞാൻ ഒന്നിലും ഏർപ്പെടാത്തത്. വായിൽ തുപ്പല് പോണ തന്നെ മിച്ചം. ഒരു പ്ലാനും ഇല്ലാതെ പിന്നെ നീ എങ്ങനെ ജീവിക്കണ? വാപ്പാക്ക് ബിസിനസ് ഉണ്ടേ. അപ്പൊ നീ വാപ്പായ വീട്ടിൽ ജീവിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇത്ര നേരം ഇവിടെ ഭയങ്കര വെയിൽ, നമുക്ക് അപ്പുറത്തോട്ടിരിക്കാം. അടുത്ത എന്തിനായാലും പെട്ടെന്ന് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. ഇല്ല നടക്കൂടാ, വീട്ടിലൊന്നും ഒരു വിലയും ഇല്ല. ഇനി നമ്മൾ എന്തായാലും തുടങ്ങണമെങ്കിൽ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് വേണോടാ നിഷാദേ. ഇൻസെറ്റ് അല്ലേടാ ഏറ്റവും. അത് നമ്മളെ ലാഭോളം ഉണ്ടളിയാ പറയല്ലേ. എന്റെ നിങ്ങളാരും ചിന്തിക്കാത്ത നല്ലൊരു ഐഡിയ ഉണ്ട്. മുട്ട കച്ചവടം. നിങ്ങൾ ഈ പൊട്ടണ ബിസിനസ് അല്ലാതെ വേറെ ബിസിനസ് നോക്കണേ. പൊട്ടാത്ത കച്ചവടമാണെങ്കിൽ എന്റെ വാപ്പാക്ക് പടക്ക കച്ചവടം ഉണ്ടാ. എനിക്കുണ്ട് എന്റെ ഉപ്പാടെ പാരമ്പര്യമായിട്ടുള്ള ബീഡി കച്ചവടം. പാപ്പാടെ ഉപ്പാടെയും ബിസിനസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് എന്റെ ഉപ്പാടെയുള്ള ഉപ്പാടെ സീഡി കച്ചവടം ചെയ്താൽ പോലും. അത് തന്നെ നമുക്ക് ഇവിടെ ചെയ്താലേ. പോകാനൊക്കെ പോലീസ് പിടിക്കും. ഇപ്പൊ ഉപ്പായല്ലേ പിടിക്കോളൂ. ആ പ്രതീക്ഷയും പോയി. പാപ്പാടെ ഉപ്പാടെ സീഡി കച്ചവടം ബീഡി കച്ചവടം രക്ഷപ്പെടാനൊന്നും പറ്റൂല. പാപ്പാരെ സീഡി കച്ചവടം ബീഡി കച്ചവടം ആദ്യം മലയാളം പറയടാ. എല്ലാണോ കണക്ക് തന്നെ. അവിടെ ഇരുന്ന് അവ എല്ലാരും ചെറിയണ്ടാ കൊച്ചു പിള്ളേരെയൊക്കെ അടിവാച്ച് തരുമെന്നു. എല്ലാരും ഇനിയിപ്പോ ഓരോ കൂളൊക്കെ വെച്ച് വീട്ടിൽ പോയി കൂളായിട്ട് കിടന്ന് ഉറങ്ങണേ. പോകുമ്പോ മുട്ട പപ്സിനെ ഇവിടെ എടുക്കാൻ മറക്കല്ലേ.